ഹായ്, ഞാൻ ചിത്ര. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബാനു ചിത്ര. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് ഒരു തന്തൂരി ഫിഷ് ആയിരുന്നു. ഈ പ്രാവശ്യം ഞാൻ ചിക്കൻ്റെ ഒരു ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിന്ന് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ, ഇതൊരു 500 ഗ്രാം ചിക്കൻ. ഏത് പീസ് വേണമെങ്കിലും എടുക്കാം, ഞാൻ ലെഗ് പീസ് എടുത്തു എന്ന് മാത്രം. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, ഇത് കൊല്ലമുളകും കാശ്മീരി ചില്ലി പിരിയൻ മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊരു മൊത്തത്തിലൊരു 8-10 പീസുണ്ട്. ആവശ്യമനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. എരിവ് കൂടുന്നതാണെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൊല്ലമുളക് കൂടുതലെടുത്തിട്ട് കാശ്മീരി ചില്ലി കുറച്ചാൽ മതി. നാരങ്ങ നീര്, ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ നമുക്ക് ഇനി ഇഞ്ചി, ഇത്രയും വലിയ പീസാണ് നമുക്ക് വേണ്ടത്. ഇതിനെ ഒന്ന് മുറിച്ചിടാം നമുക്ക്. വെളുത്തുള്ളി ഒരു 10-12 പീസ്, ഒരു 10-12 പീസ് വേണം. ഇത്രയും വലിയ വെളുത്തുള്ളിയാണ്. 10-12 പീസാണ് നമുക്ക് വേണ്ടത്. പിന്നെ പെരിഞ്ജീരകം ഒരു 1.5 ടേബിൾ സ്പൂൺ. മസാലയ്ക്ക് വേറെ ഒന്നും കൊടുക്കുന്നില്ല, നമ്മൾ ഗരം മസാല ഒന്നും ഇടുന്നില്ല. അതുകൊണ്ട് പെരിഞ്ജീരകം നമുക്ക് കൂടുതൽ വേണം, എന്നാലേ ടേസ്റ്റ് കൂടുള്ളൂ. ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഇടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൊല്ലമുളക് കൂട്ടിയിട്ട് കാശ്മീരി ചില്ലി കുറയ്ക്കാം. ഞാനിപ്പോൾ ഒരു 4 കാശ്മീരി ചില്ലി ഇടുന്നുണ്ട്, ഒരു 5 കൊല്ലമുളകും ഇടുന്നുണ്ട്. ഇത് ലൈം ജ്യൂസാണ്, അത് നമുക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ആവശ്യമുണ്ട്. ഉപ്പ്, ഇത് ഒരു 1/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത് കളറിന് വേണ്ടിയിട്ടാണ്, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതൊരു 1/4 ടേബിൾ സ്പൂൺ. പച്ചമുളക് ഒരു 8 പീസസ്. നമുക്കിതിനെ നന്നായിട്ട് അരച്ചെടുക്കണം. മാരിനേറ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അരച്ചെടുക്കാൻ. എന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതഞ്ഞ്, പച്ചമുളകും ഒക്കെ നന്നായിട്ട് ചതഞ്ഞ്, പെരിഞ്ജീരകവും കൊല്ലമുളകും ഒക്കെ അതിൻ്റെ ഫ്ലേക്സ് പോലെ കാണുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ. മാരിനേറ്റ് ചിക്കനിൽ പുരട്ടുന്നതിന് മുന്നേ ഇതെങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യാൻ വരയുന്നതെന്ന് നമുക്ക് നോക്കാം. ചിക്കൻ ഡ്രം സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊരു ഞരമ്പുണ്ട്, ഇത് കട്ട് ചെയ്യണം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് 2 സ്ലിറ്റ്, പിന്നെ ഈ ഒരു ഭാഗത്തും 2 സ്ലിറ്റ്. ഇങ്ങനെയാണ് ചിക്കൻ ഡ്രം സ്റ്റിക്ക് വരേണ്ടത്. അപ്പോഴേ ഈ ഒരു ഭാഗത്തുനിന്ന് ഫ്ലഷ് ഇങ്ങോട്ട് വന്നിട്ട് അത് ഫ്രൈന് നല്ല മാരിനേറ്റ് നന്നായിട്ട് പിടിക്കുകയും ചെയ്യുള്ളൂ. ഫ്രൈന് കാണാൻ അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം വിട്ട് ഈ ഒരു ഭാഗത്ത് ഫ്ലഷ് വരുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ. ചിക്കൻ എല്ലാം വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. ആദ്യം കറിവേപ്പില ഇടാം. ഈ മാരിനേറ്റ് ഇതിനകത്ത് പുരട്ടി നമുക്കിത് ഒരു ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഒരു 3 to 4 hours നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം മാരിനേറ്റ് ചെയ്തതിന് ശേഷം. കൂടുതൽ നേരം സമയം വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓവർനൈറ്റ് വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. നമുക്കിതിനെ പുരട്ടിയെടുക്കാം മാരിനേറ്റ്. കറിവേപ്പിലയും കൂടി ചേർക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും.
ചിക്കൻ ഇപ്പോൾ മാരിനേറ്റ് ചെയ്ത് 4 hours കഴിഞ്ഞു. നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ചൂടാകാൻ വച്ചിട്ടുണ്ട്. ഞാൻ അതിനെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇടണം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വച്ചിരിക്കുന്നത് ഫ്രൈ ആയി കഴിഞ്ഞാൽ വേവാൻ വേണ്ടിയിട്ടാണ്. ഇതിനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചത് അല്ലെങ്കിൽ ചിക്കൻ വേവില്ല. അപ്പോൾ സ്ലോയിലിരുന്നാൽ മാത്രമേ 2 സൈഡും മറിച്ചിട്ട് നമുക്ക് പതുക്കെ മീഡിയം ഫ്ലെയിമിൽ നമുക്കതിനെ വേവിച്ചെടുക്കാം. കൂടുതൽ മൊരിഞ്ഞത് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മറിച്ചും തിരിച്ചു വിട്ടിട്ട് മൊരിച്ചെടുക്കാം. അല്ല കൂടുതൽ മൊരിയണ്ട എന്നെങ്കിൽ നമുക്കൊന്ന് വെന്താൽ മാത്രം മതി. ഓക്കെ, നമുക്കതിനെ ഇനിയിപ്പോൾ മറിച്ചും തിരിച്ചുവിട്ടിട്ട് വേവിച്ചെടുക്കാം. പിന്നെ വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തി സ്മൂത്തായിട്ട് പോവുകയാണ് ഉള്ളിലേക്ക്. ഫോർക്കെങ്കിൽ ഫ്ലഷിനകത്തേക്ക് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് വെന്തു എന്നാണ് അർത്ഥം. നമുക്കതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മറിച്ചിടാം. വേണ്ട, ഞാൻ പറഞ്ഞതുപോലെ ചിക്കൻ്റെ കാലിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഭാഗത്തുനിന്ന് ഫ്ലഷ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ ഞരമ്പ് കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കിനി മറ്റേ സൈഡും മൊരിച്ചെടുക്കാം. വേവിച്ചു ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതിന് വെന്തോ നോക്കാം ആദ്യം, എന്നിട്ട് ഇതിനെ കോരണം. അപ്പോൾ വെന്തിട്ടുണ്ട്, നമുക്കിതിനെ കോരാം. അതിന് മുന്നേ ഇടയ്ക്ക് നമുക്ക് കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും. അത് കൂടുതലും മൊരിയാൻ നിൽക്കണ്ട. അത് ഈ ചിക്കൻ ആവുന്നതിന് മുന്നേ തന്നെ പൊടികളാവും. ഞാനീ പറഞ്ഞ പോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ കൂടുതൽ ചതച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊടി ഉണ്ടാവും. അത് നമുക്ക് കോരിയെടുക്കണം. പിന്നെ താഴെ കടന്നിരുന്നതാണ്. നേരത്തെ ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ചിക്കൻ്റെ ഫ്രൈൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നേരത്തെ കോരിയെടുക്കണം. അപ്പോൾ എൻ്റെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പൊടിയുടെയും സാലഡിൻ്റെയും കൂടെ ഫ്രൈ കഴിക്കണം. അതിനാണ് ഏറ്റവും ടേസ്റ്റ്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.